ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. തുടക്കക്കാർക്ക് കാർ ഡ്രൈവിംഗ് എങ്ങനെ തനിയെ പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഒരുപാട് പേര് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ നിൽക്കുന്നവരുണ്ട്. എന്നാൽ പല ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കാറ് തനിയെ ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ തനിയെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിനും നമുക്കും അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ സുരക്ഷിതരായിരിക്കണം. അപ്പം നമുക്ക് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തനിയെ എങ്ങനെ ഒരു കാർ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഗുണമായെന്ന് തോന്നിയാൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ട്, അത്യാവശ്യം വാഹനം ഓടിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം തനിയെ ഓടിച്ചു പോകാനായിട്ട് കഴിയുന്നില്ല. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തനിയെ റോഡിൽ ഓടിച്ചു പോകാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സ്വന്തം ഐഡിയയിലേക്ക് ഡ്രൈവിങ്ങിനെ മാറ്റാനായിട്ട് കഴിയുന്നില്ല. സ്വയമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് അബദ്ധങ്ങൾ പറ്റുമോ എന്നുള്ളൊരു ഭയമാണ് പല ആൾക്കാർക്കും ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്തേണ്ട ചില ചേഞ്ചുകളുണ്ട്. വാഹനം ഓടിക്കുന്നതിനിടയിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കാനും സേഫായിട്ട് വണ്ടി ഓടിക്കാനായിട്ടും ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ ഇരുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് തനിയെ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഒരാളെ നമ്മൾ കൂട്ടത്തിലിരുത്തുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കൂട്ടത്തിലിരിക്കുന്ന ആളോട് നിങ്ങൾ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അടുത്തിരുന്നിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഗിയർ മാറൂ എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയരുത്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യരുതെന്ന് കൃത്യമായിട്ടും അടുത്തിരിക്കുന്ന ആളോട് പറയുക. എന്നിട്ട് ശാന്തമായിട്ട് അടുത്തിരിക്കാനായിട്ട് പറയുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ എനിക്ക് തീർത്തും, അതായത് വാഹനം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർത്തും ഓടിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ ആളെ അടുത്തിരുത്തുക. എന്നിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടുന്നത് നിങ്ങളുടെ ഐഡിയ വരണം, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയ വരണം, ക്ലച്ച് ബ്രേക്ക് ആക്സലറേഷൻ കൺട്രോൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഐഡിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിക്കും. ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലിയർ ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് പറയാം, അതിനുശേഷം വണ്ടി ഓടിച്ച് ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇടത് ചേർന്ന് ഓടിക്കണം. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, എൻ്റെ വണ്ടി ഇടതാണോ പോകുന്നതെന്ന്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് നോക്കി ഓടിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് റോഡിൻ്റെ ലെഫ്റ്റ് എൻഡിലേക്ക് നമ്മളുടെ നോട്ടം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സ്റ്റിയറിംഗ് ഇടതേ സൈഡിലേക്ക് തിരിയുകയും റോഡിൻ്റെ ഇടത് ചേരാനായിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാൽ നമ്മുടെ നോട്ടം റോഡിൻ്റെ നടുഭാഗത്തോ റൈറ്റ് സൈഡിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വലത്തേ സൈഡിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകും. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ ഇടത് സൈഡിലേക്കുള്ള നോട്ടം നിങ്ങൾ ആക്കിയിട്ട് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് തന്നെ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് പരീക്ഷിച്ച് നോക്കുക. ഇത് ആദ്യത്തെ ഒരു ട്രിക്കാണ് പറഞ്ഞത്. ഇനി കയറ്റത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ്, എൻ്റെ കാല് ബ്രേക്കിൽ പ്രോപ്പറായിട്ടുണ്ട്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഞാൻ എത്തുന്നു. ഇനി ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തതിന് ശേഷം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയായിരിക്കും. അപ്പോഴെൻ്റെ വണ്ടി ഓഫ് ആകാതെ എടുക്കും. നമ്മളിത് ആക്സിലറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ചെന്ന് അയച്ചോ ഇല്ല, ആക്സിലറേഷൻ കൊടുക്കുന്നു. ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ മെല്ലെ കാലയക്കുന്നതാണ്. നിങ്ങൾക്ക് പതിയെ ചെറുതായിട്ട് അത് കാണാനായിട്ട് കഴിയും. അതുപോലെ സ്ലോ ആയിട്ട് അയച്ചു കഴിയുമ്പോൾ എൻ്റെ വണ്ടി എനിക്ക് കയറ്റത്ത് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നോക്കുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ്, കണ്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കുഴി കണ്ടു. അപ്പോൾ കുഴിയിലേക്ക് ഒത്തിരി ചേരാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുക. ഇനി ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രശ്നമാണ്, ഈ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ തട്ടുമോ
തട്ടുമോ, അത് സാധാരണ ഈ ലെഫ്റ്റ് മിററാണ് തട്ടുമോ എന്നുള്ളൊരു പേടി വരുന്നത്. അതിന് ചെയ്യേണ്ടത് ഈ യാത്രക്കാരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ വാഹനത്തെ മാറ്റാതെ കുറച്ച് നേരത്തെ തന്നെ മാറ്റി കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ ഒരു കാരണവശാലും സൈഡിലുള്ള വണ്ടി അല്ലെങ്കിൽ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ തട്ടത്തില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുക. വണ്ടി ഇടതാണെന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിന് നോട്ടം ഇവിടെ ആക്കുക, മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക, അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഓടിക്കുകയാണ്. ഇനി ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? റോഡിൻ്റെ ലെഫ്റ്റ് നമ്മൾ പരമാവധി ഇങ്ങനെ നോക്കി ഓടിച്ച് വരുന്നു. അപ്പോൾ നമ്മൾ പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേരും. ഇനി ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആണോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് എൻഡിലേക്ക് പരമാവധി വണ്ടി ചേർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. ശ്രമം നടത്തുമ്പോൾ ആ എൻഡിലേക്ക് വണ്ടി ചേരുന്നുണ്ടോ എന്ന് നമുക്ക് ആ കട്ടിങ്ങിലേക്ക് നമ്മുടെ ടയർ വരുന്നുള്ളത് പിടികിട്ടും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ കട്ടിങ് ചേർന്ന് ഓടിക്കുകയാണ്, കണ്ടോ? എൻ്റെ നോട്ടം അവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കട്ടിങ്ങിൽ വണ്ടി ചാടി കറക്റ്റ് ചേർന്ന് പോകുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ ടയർ വരുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ചിന്തിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട്, ടയർ അതുപോലെ പോകുന്നുണ്ടെന്നുള്ളൊരു പിടി കിട്ടും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ചേർന്ന് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ വളരെ ഈസി ആയിട്ട് പൊക്കോളും. നമ്മുടെ വണ്ടി ഒരു കാരണവശാലും അവരെ തട്ടത്തില്ല. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടായിരിക്കും ലെഫ്റ്റ് ചേർന്ന് വാഹനം ഓടിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ തേർഡ് ഗിയർ കൊടുക്കണം. തേർഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിൽ പല ആൾക്കാർക്കും തേർഡ് കൊടുക്കാനായിട്ടുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചുമ്മാ സിമ്പിളായിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ കൊടുത്ത് ഒന്ന് മൂവ്മെൻറ്റ്സ് ആക്കുക, ക്ലച്ച് പിടിക്കുക, എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുക. ഈ തേർഡ് ഗിയറിൽ ഇടുമ്പോൾ സ്പീഡ് കൂടുമോ എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം. അപ്പോൾ സ്പീഡൊന്നും കൂടത്തില്ല. സ്പീഡ് കൂടുന്നത് നമ്മുടെ ആക്സിലറേഷൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഒരുപാട് ചവിട്ടി പിടിക്കാതിരിക്കുക. അതായത് ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല, ഞാൻ ആക്സിലറേഷൻ അയച്ചിട്ട് ബ്രേക്കിലേക്ക് വന്നു, മനസ്സിലായോ? എന്നിട്ട് ലെഫ്റ്റ് ചേർന്ന് ഞാൻ ഇങ്ങനെ നോട്ടം വെച്ച് ഓടിക്കുന്നു. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ഇത്തിരി ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുക. അങ്ങനെ സ്പീഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് സ്പീഡിനെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതേ ലെഫ്റ്റ് ചേർന്ന് ഇതുപോലെ ഓടിക്കുക. ഇനി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇറക്കം കൂടി റോഡാണെങ്കിൽ ബ്രേക്കിലേക്ക് കാല് വരിക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. വില്ലേജ് റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വരുന്നുണ്ടെങ്കിൽ പതിയെ ബ്രേക്കിലേക്ക് ഒന്ന് വരിക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുക. വീണ്ടും എന്ത് ചെയ്യണം? ഫോർത്ത് ഗിയറും കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഫോർത്ത് ഗിയർ ഡൗൺ ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ഓടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഇങ്ങോട്ട് തിരിയാണ്. ഇവിടെയൊക്കെ എൻ്റെ വണ്ടി ലെഫ്റ്റാണ് നിൽക്കുന്നത്, എൻ്റെ നോട്ട് അവിടെയാണ്. എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാനിതേ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് അയച്ച് ഞാൻ ഇവിടെ ഒരു ടേൺ ഇങ്ങനെ എടുത്ത് ഇവിടെ വരുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നോട്ടം വരുന്നു. വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റോഡിൽ ഇടതാണ് എൻ്റെ വണ്ടിയെന്ന് ഞാൻ അങ്ങോട്ട് നോക്കി ഉറപ്പുവരുത്തി ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചവിട്ടി കൊടുക്കരുത്, ലൈറ്റാണ് ആക്സിലറേഷൻ കൊടുക്കുക. നാലാമത്തെ ഗിയറൊന്നും തേർഡ് ഗിയർ എന്നൊന്നും പറയുന്നത് സ്പീഡ് ഗിയർ അല്ല. നമ്മൾ കാല് കൊടുത്താലേ സ്പീഡ് കയറത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാല് കൊടുക്കാതെ ഒരു മീഡിയം ലെവലിൽ ഒരു 30-35 കിലോമീറ്റർ വേഗത കിട്ടുന്ന പരുവത്തിന് മാത്രമുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങളിങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് ഓടിച്ചു. ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഫോർത്തിൽ വരുന്നു, അവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങ് തേർഡ് കൊടുത്തോ, അല്ലെങ്കിൽ ഈ ഫോർത്ത് ഗിയർ തന്നെ പോകുമെന്ന് ഓർത്ത് അങ്ങനെ വന്ന് വണ്ടി ഓഫ് ആക്കുന്നതിനേക്കാളും ഭേദം നേരത്തെ തേർഡ് ഗിയർ കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് വളരെ സേഫായിട്ട് ഓടിക്കാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ വരുന്നു, വീണ്ടും ഒരു വലിയ വളവ് വന്നു. അപ്പോൾ തേടി പോകത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വളവ് താഴെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്നേ സെക്കൻഡ് കൊടുക്കുന്നു. ഡ്രൈവിംഗ് പഠിക്കുന്നത് നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ഇവിടുന്ന് മെല്ലെ സെക്കൻഡും കൊടുക്കുക, ക്ലച്ച് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്നു. ഇവിടെ ഒരു വളവ് കണ്ടു. അപ്പം നമുക്കിനി ഇവിടെ വന്ന് ഗിയർ ഡൗൺ ചെയ്യേണ്ട, ഇടത് ചേർന്ന് ഓടിക്കാനും കഴിയും. നേരത്തെ ഗിയർ ഇട്ടേക്കുന്നത് കൊണ്ട് വണ്ടി ഓഫ് ആകാതെ ഇതുപോലെ ഇടത് ചേർന്ന് നമുക്ക് ഓടിക്കാൻ കഴിയും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യണം. ഇനി മുന്നിലൊരു നല്ല കുത്തനെയുള്ളൊരു കയറ്റം കുറച്ച് മുന്നേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ആ കയറ്റം കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം. നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടം വരാൻ സാധ്യത
സാധ്യതയുള്ളത് ഏറ്റവും കൂടുതലും ഈ വളവുകളിലാണ്. പെട്ടെന്നൊരു വണ്ടി തിരിഞ്ഞു വരുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ തിരക്കുള്ള റോഡുകളിലാണ് ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അപകടം വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇടത്തെ കാല് ക്ലച്ച് പെടലിലും കൂടെ വെച്ചേക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു വളവാണെങ്കിൽ ഇടത്തെ കാല് ജസ്റ്റ് ഒന്ന് ക്ലച്ച് ചെയ്തൊന്ന് വെച്ചു. കാരണം പെട്ടെന്നൊന്നും നിർത്തേണ്ടി വന്നാൽ നിർത്താം. എന്നിട്ട് വീണ്ടും നമുക്ക് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കാം. ഇനി നമ്മളൊരു തിരക്കുള്ള റോഡിൽ ഓടിച്ചു പോവുകയാണ്, അടുപ്പിച്ച് വണ്ടികൾ വരുന്നുണ്ട്, വീതി റോഡിന് കുറവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് ഒന്ന് വെച്ചേക്കുക. ഒരു കോൺഫിഡൻസിന് വേണ്ടി ഇടത്തെ കാല് ക്ലച്ചിലേക്ക് ഒന്ന് വെച്ചേക്കുക. എന്നിട്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇങ്ങനെ കുറച്ച് നിങ്ങൾ അങ്ങ് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ അങ്ങ് തെളിയും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ തെളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ഐഡിയയ്ക്ക് ഇങ്ങനെ വാഹനം ഓടിക്കുക. എന്നിട്ട് ഒരാളെ കൂട്ടത്തിലിരുത്തി തന്നെ കൊണ്ടുപോകുക. അപ്പോൾ അവരുടെ കൂടെ ഉള്ളതിൻ്റെ ഒരു തൻ്റെയുടെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സ്വന്തം ഐഡിയയ്ക്ക് വണ്ടി ഓടിച്ച് ആയി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.